ഒരു സമയത്ത് ഇന്ത്യയെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ്. ഇന്ത്യക്ക് നേരെ കണ്ണടിച്ച രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കീഴടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ, അമേരിക്ക എന്നിവ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ആഗോള ഇന്ധന പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടു. ഇത് ഇന്ത്യ വിരുദ്ധ വികാരമുള്ള അയൽ രാജ്യങ്ങളായിട്ടുള്ള മാലിദ്വീപ്, ബംഗ്ലാദേശ് എന്നിവയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചൈനയുമായി അടുത്ത് ഇന്ത്യയിലേക്ക് കണ്ണു തുറക്കുകയും ചെയ്ത രാജ്യങ്ങൾ ഇന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയുടെ മുന്നിൽ വന്ന് കേണപേക്ഷിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. മാലിദ്വീപ് ഇന്ത്യയിൽ നിന്ന് ഹ്രസ്വകാല ദീർഘകാല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിട്ടുണ്ട്. ലോകബാങ്ക് ഡാറ്റ പ്രകാരം മാലിദ്വീപിന് ഒമാനിൽ നിന്നാണ് ഇന്ധനത്തിന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത്. എന്നാൽ യുദ്ധം മൂലമുള്ള വിതരണ തടസ്സങ്ങൾ കാരണം അവർ പ്രശ്നങ്ങൾ നേരിടുന്നു. മറുവശത്ത് ബംഗ്ലാദേശും ഇന്ധനക്ഷാമം നേരിടുന്നുണ്ട്. നിലവിൽ ലോകത്തിലെ 4ാമത്തെ വലിയ ശുദ്ധീകരണശാലയാണ് ഇന്ത്യ. വാണിജ്യ കരാറുകൾ പ്രകാരം ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവയ്ക്ക് ഇതിനകം ഇന്ധനം വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്തിടെ 38,000 ടൺ പെട്രോളിയം ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം പൈപ്പ് ലൈനുകൾ വഴി ബംഗ്ലാദേശിലേക്കും ഡീസലുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുജീബുർ റഹ്മാനും ബംഗ്ലാദേശിലെ യൂനസ് സർക്കാരും മുൻകാലങ്ങളിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിൽ ഒരു കല്ലും പാഴാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചൈനയുടെ സ്വാധീനത്തിൽ ഈ രാജ്യങ്ങൾ തന്ത്രപരമായി ഇന്ത്യ എതിർത്തിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിലെ പ്രതിസന്ധി ഒരു അയൽക്കാരൻ കുഴപ്പങ്ങളിൽ ശരിക്കും സഹായമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. 18ഓളം ഇന്ത്യൻ എണ്ണവാതക കപ്പലുകൾ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ഇന്ത്യയും നിലവിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഇറാനുമായി ഇന്ത്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗോള പ്രതിസന്ധികളോട് ഇന്ത്യയുടെ മാനുഷികമായിട്ടുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ വെസ്റ്റേൺ മാധ്യമങ്ങൾ എല്ലാം തന്നെ പറയുന്നത്. അയൽപ്പക്കം ആദ്യം എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ ഉദാരത കാണിക്കുന്നു. സ്വന്തം ആവശ്യങ്ങളും ലഭ്യതയും കണക്കിലെടുത്ത് മാലിദ്വീപിന്റെ ആവശ്യം ഇന്ത്യ ഗൗരവമായി പരിഗണിക്കുന്നു. മുൻകാലങ്ങളിൽ യുക്രൈൻ ആയിരുന്നാലും ഫലസ്തീൻ ആയിരുന്നാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എല്ലായ്പ്പോഴും സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സഹായം ലഭിച്ചതിന് ശേഷം പഴയ തന്ത്രം മാറ്റി മാലദ്വീപും ബംഗ്ലാദേശും ഇന്ത്യയുമായുള്ള ബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.